DDIS. മാരുതിയുടെ വാഹനങ്ങൾക്ക് ഫിയറ്റ് കൊടുത്ത എഞ്ചിനാണ് DDIS എഞ്ചിൻ. ചെറിയ ബഡ്ജറ്റിൽ നിന്നൊരു അടിപൊളി ഡീസൽ എഞ്ചിൻ നമ്മുടെ അടുത്ത് നിന്ന് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അതും 2009 മോഡൽ നിൽക്കുന്ന സ്വിഫ്റ്റ് എന്ന വാഹനം 1.2 ലിറ്ററിൽ നിന്ന് ഡീസൽ എഞ്ചിനിൽ നിന്ന് വെക്കുന്ന വാഹനം. ഒരു 18 to 20 റേഞ്ചിൽ നമുക്ക് ഷുവർ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന താരതമ്യേന മെയിൻ്റനൻസ് കാര്യങ്ങൾ എല്ലാം കുറഞ്ഞിട്ടുള്ള വാഹനങ്ങളാണ് മാരുതിയുടെ DDIS എഞ്ചിനിൽ നിന്ന് സ്വിഫ്റ്റ് എന്ന വാഹനം. പുതിയ പേപ്പർ എടുത്തിട്ടുള്ള വാഹനം 2009 ആയതുകൊണ്ട് പുതിയ പേപ്പർ 5 വർഷത്തേക്ക് നമുക്ക് 2029 വരെ പുതിയ പേപ്പറിൽ നിൽക്കുന്നൊരു വാഹനം. സെക്കൻഡ് ഓണർഷിപ്പിൽ 1 lakh സംതിങ് കിലോമീറ്ററിലെ KL 3 രജിസ്ട്രേഷൻ, അത്യാവശ്യം നല്ല ബോഡി വൃത്തിയിൽ നിൽക്കുന്നൊരു വാഹനം. അത്യാവശ്യം ക്രോം ഫിറ്റിങ്സും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. നല്ല സ്പോയിലർ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. വാഹനം നല്ലൊരു ലുക്ക്, എക്സ്റ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല ലുക്കിലേക്ക് വാഹനം മാറിയിട്ടുണ്ട്. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ആവറേജ് ടയേഴ്സ് നിൽക്കുന്നു. ഇന്റീരിയർ ഭാഗത്തേക്ക് കിടക്കുകയാണെങ്കിൽ ഒരു സീറ്റ് വർക്ക് ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ലോക്കിംഗ് വരുന്നുണ്ട്. സോണിയുടെ സ്റ്റീരിയോ വരുന്നുണ്ട്. ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അധികം പരിക്കോ ഡാമേജോ കാര്യങ്ങളോ ഒന്നും വരാത്ത രീതിയിൽ നല്ല രീതിയിൽ വാഹനത്തിന് ഇഷ്ടപ്പെടുന്നൊരു വാഹനപ്രേമി കൊണ്ടുവരുന്ന രീതിയിൽ അത്യാവശ്യം നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വാഹനം സ്വന്തമാക്കാം 2 ലക്ഷം രൂപ നെറ്റ് പ്രൈസോട് കൂടി. ഇനി ഡീസൽ വേണ്ട, പെട്രോൾ എഞ്ചിൻ മതി എന്നുള്ളവർക്ക് പറ്റിയൊരു വാഹനം 2011 മോഡലിൽ നിൽക്കുന്ന സ്വിഫ്റ്റ് VX എന്ന വേരിയന്റിൽ 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന വാഹനം. ഈ ഒരു വാഹനം സെയിം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു. അത്യാവശ്യം നല്ല ബോഡി വൃത്തിയിൽ കാര്യങ്ങളെല്ലാം നിൽക്കുന്ന 11 മോഡൽ വരുന്ന ഈ ഒരു വാഹനം സ്വന്തമാക്കാം 2,45,000 രൂപയ്ക്ക്. KL 45 ഇരിങ്ങാലക്കുട രജിസ്ട്രേഷൻ എന്ന വാഹനമാണിത്. അപ്പോൾ പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന ഒരു മാരുതിയുടെ ചെറിയ ബഡ്ജറ്റ് എന്ന വാഹനവും ഡീസൽ എഞ്ചിനിൽ നിൽക്കുന്ന 2029 വരെ പേപ്പർ വാലിഡിറ്റി ഉള്ള ഒരു സ്വിഫ്റ്റും നമ്മുടെ 2 സ്വിഫ്റ്റ് വാഹനങ്ങൾ നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഡീസൽ വാഹനങ്ങൾ അല്ലെങ്കിൽ പെട്രോൾ വാഹനങ്ങളൊക്കെ ചെറിയ ബഡ്ജറ്റിൽ 1.2 ലിറ്റർ എന്ന വാഹനങ്ങൾ അത്യാവശ്യം പെർഫോമൻസ് കാര്യങ്ങളെല്ലാം ലഭിക്കുന്ന ലോങ് ഡ്രൈവിനൊക്കെ ബെസ്റ്റ് ആയിട്ട് തോന്നുന്ന ഒരു വാഹനം നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന 2 വാഹനങ്ങളാണിത്. അപ്പോൾ കൂടുതൽ വാഹനങ്ങൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ഇതുപോലത്തെ വാഹന വിശേഷങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് റെഗുലറായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക.